എന്താണ് സന്തോഷവാർത്ത? ആളുകൾ ഭൂമിയിലെ ജീവിതം ആസ്വദിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യരോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ദൈവം ഭൂമിയും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചത്. എല്ലാ ദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ദൈവം പെട്ടെന്ന് തന്നെ നല്ലൊരു ഭാവി കൊടുക്കും. മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കുള്ള കാരണം ദൈവം ഇല്ലാതാക്കും. യിരെമ്യാ 29:11 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്കുവേണ്ടി ചെയ്യാൻ പോകുന്നതെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ചിന്തിക്കുന്നത് ദുരന്തത്തെക്കുറിച്ചല്ല, സമാധാനത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഭാവിയും പ്രത്യാശയും തരുന്നതിനെക്കുറിച്ചാണ് എന്ന് യഹോവ പ്രഖ്യാപിക്കുന്നു. അക്രമം, രോഗം, മരണം എന്നിവ ഇല്ലാതാക്കാൻ ഒരു ഗവൺമെന്റിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു സന്തോഷവാർത്തയുണ്ട്. പെട്ടെന്ന് തന്നെ ദൈവം മനുഷ്യരുടെ ഗവൺമെന്റുകളെല്ലാം നീക്കി പകരം തന്റെ ഭരണം കൊണ്ടുവരും. ആ ഭരണത്തിന് കീഴിൽ എല്ലാവർക്കും സമാധാനവും നല്ല ആരോഗ്യവും ഉണ്ടായിരിക്കും. യെശയ്യാ 25:8 ഇങ്ങനെ വായിക്കുന്നു: ദൈവം മരണത്തെ എന്നേക്കുമായി ഇല്ലാതാക്കും. പരമാധികാരിയാം കർത്താവായ യഹോവ എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണീർ തുടച്ചുമാറ്റും. തന്റെ ജനത്തിന്റെ മേലുള്ള നിന്ദ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. യഹോവയാണ് ഇതു പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 33:24 ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് രോഗമാണ് എന്ന് ദേശത്തു വസിക്കുന്ന ആരും പറയില്ല. അവിടെ താമസിക്കുന്നവരുടെ തെറ്റുകൾക്ക് ക്ഷമ ലഭിച്ചിരിക്കും. ദാനിയേൽ 2:44 ഇങ്ങനെ വായിക്കുന്നു: ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരിക്കലും നശിച്ചുപോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം മറ്റൊരു ജനതയ്ക്കും കൈമാറില്ല. ഈ രാജ്യങ്ങളെയെല്ലാം തകർത്തില്ലാതാക്കിയിട്ട് അതുമാത്രം എന്നും നിലനിൽക്കും. ഈ സന്തോഷവാർത്ത ഇന്ന് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ദുഷ്ടമനുഷ്യരെ ഭൂമിയിൽ നിന്ന് നീക്കുമ്പോൾ മാത്രമേ കഷ്ടപ്പാടുകൾ അവസാനിക്കുകയുള്ളൂ. അതെപ്പോഴായിരിക്കും? മനുഷ്യവർഗത്തിന് ഭീഷണി ഉയർത്തുന്ന അവസ്ഥകളെക്കുറിച്ച് ദൈവവചനം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അത്തരം സംഭവങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത്. അത് സൂചിപ്പിക്കുന്നത് ദൈവം ഇടപെടാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നാണ്. 2 തിമോഥെയോസ് 3:1-5 വരെ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവസാന കാലത്ത് ബുദ്ധിമുട്ട് നിറഞ്ഞ സമയങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം മനുഷ്യർ സ്വസ്നേഹികളും പണക്കൊതിയന്മാരും പൊങ്ങച്ചക്കാരും ധാർഷ്ട്യമുള്ളവരും ദൈവനിന്ദകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദിയില്ലാത്തവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരും സഹജസ്നേഹമില്ലാത്തവരും ഒരു കാര്യത്തോടും യോജിക്കാത്തവരും പരദൂഷണം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മ ഇഷ്ടപ്പെടാത്തവരും ചതിയന്മാരും തന്നിഷ്ടക്കാരും അഹങ്കാരത്താൽ ചീർത്തവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം ജീവിതസുഖങ്ങൾ പ്രിയപ്പെടുന്നവരും ഭക്തിയുടെ വേഷം കെട്ടുന്നെങ്കിലും അതിന്റെ ശക്തിക്കു ചേർന്ന വിധത്തിൽ ജീവിക്കാത്തവരുമായിരിക്കും. ഇവരിൽ നിന്ന് അകന്നുമാറുക. നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കണം. ദൈവവചനമായ ബൈബിൾ പഠിക്കുന്നെങ്കിൽ നമുക്കതിന് കഴിയും. സ്നേഹനിധിയായ അപ്പനിൽ നിന്നുള്ള ഒരു കത്ത് പോലെയാണത്. ഇപ്പോൾ തന്നെ നല്ലൊരു ജീവിതം ആസ്വദിക്കാനാകുന്നത് എങ്ങനെയെന്നും ഭാവിയിൽ ഈ ഭൂമിയിൽ നിത്യജീവൻ ആസ്വദിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നും അത് വിശദീകരിക്കുന്നു. ബൈബിൾ പഠിക്കാൻ നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നതിനെ ചിലർ എതിർത്തേക്കാം. എന്നാൽ നല്ലൊരു ഭാവി ആസ്വദിക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുഭാഷിതങ്ങൾ 29:25 ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യരെ പേടിക്കുന്നത് ഒരു കെണിയാണ്, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. വെളിപാട് 14:6-7 ഇങ്ങനെ വായിക്കുന്നു: മറ്റൊരു ദൂതൻ ആകാശത്ത് പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ ജനതകളെയും ഗോത്രങ്ങളെയും
ഭാഷക്കാരെയും വംശങ്ങളെയും അറിയിക്കാൻ ആ ദൂതന്റെ പക്കൽ എന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷവാർത്തയുണ്ടായിരുന്നു. ആ ദൂതൻ ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു: ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആകാശവും ഭൂമിയും സമുദ്രവും ഉറവകളും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുക. കാരണം ദൈവം ന്യായം വിധിക്കാനുള്ള സമയം വന്നിരിക്കുന്നു.